അടൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഏതുവരെ പോർഷൻസ് കവർ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമല്ലോ. പ്രധാനമായും 2 ടൂളുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പരിചയപ്പെട്ടത്. ബഡ്ജറ്റ് ലൈൻ, അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ്. ഈ 2 ടൂളുകളുടെയും ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ ആവക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൺസ്യൂമർ വാങ്ങുന്ന സാധനങ്ങളെ നമ്മൾ ഏത് പേരിലാണ് വിളിച്ചത് എന്ന് ഓർമ്മയുണ്ടാകുമല്ലോ. കൺസംഷൻ ബണ്ടിൽ. ശരിയാണ്, കൺസംഷൻ ബണ്ടിൽ. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകത്തിനും സാധനങ്ങളുടെ വിലയ്ക്കും അനുസരിച്ച് ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന അനേകം കൺസംഷൻ ബണ്ടിലുകൾ ഉണ്ടാവുമല്ലോ. All these consumption bundles are jointly called in a separate name. Can you remember that name? Yes, budget set. So every consumer has a budget set. By the term budget set we mean the quantities of goods that is available to a consumer. അപ്പോൾ ഇങ്ങനെ കൺസ്യൂമർക്ക് ലഭ്യമായ ബഡ്ജറ്റ് സെറ്റുകളിൽ നിന്ന് കൺസ്യൂമർ ഏത് ബണ്ടിലാകും ചൂസ് ചെയ്യുന്നത്, അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വിച്ച് കൺസംഷൻ ബണ്ടിൽ ദ കൺസ്യൂമർ വിൽ ചൂസ് ഫ്രം ദി അവൈലബിൾ കൺസംഷൻ ബണ്ടിൽസ് വിത്ത് ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ and given the market prices of goods. അതിലേക്ക് നമുക്ക് കടക്കാം. ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന്റെ പ്രിഫറൻസ് ഫോർ ഗുഡ്സ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ സെവറൽ തിങ്സ് ദാറ്റ് വി നോ. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയുന്ന ആ ടോപ്പിക്, അഥവാ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ, ആ ടോപ്പിക് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫിക്സ് സം അസംഷൻസ്. ഇപ്പോൾ ചില അസംഷനുകൾ, ചില സങ്കല്പങ്ങൾ നമ്മൾ നടത്തിയാൽ മാത്രമേ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ചില സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായി, വി അസ്യൂം ദാറ്റ് ദ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ശരിയല്ലേ? ഒരു കൺസ്യൂമർ വാങ്ങുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ചായിരിക്കും. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ, ഞാനും അങ്ങനെ തന്നെ. ഞാനൊരു സാധനം വാങ്ങുന്നത് എനിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങൂ. എനിക്ക് ടേസ്റ്റ് ഇല്ല എങ്കിൽ ആ സാധനം ഞാൻ വാങ്ങൂല. നിങ്ങളും അങ്ങനെ തന്നെയാണ്. സോ ദ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ ഓർ ദ പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ഈസ് ഫസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഹിസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഒരു കൺസ്യൂമറുടെ ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ചാണ് അദ്ദേഹം സാധനങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യമായി സങ്കല്പിക്കുന്നത്. അത് സങ്കല്പം മാത്രമല്ല, ദാറ്റ് ഈസ് ആക്ച്വലി റിയാലിറ്റി. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത്, വി അസ്യൂം ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ കമ്പയർ ദ ഡിഫറെന്റ് ബണ്ടിൽസ് ദാറ്റ് ഈസ് അവൈലബിൾ ടു ഹിം. കൺസ്യൂമർക്ക് ലഭ്യമായ വിവിധ ബണ്ടിലുകൾ
കൺസ്യൂമർക്ക് കമ്പയർ ചെയ്യാം, താരതമ്യം ചെയ്യാം. That is the second assumption that we have to make to analyze the optimal choice of the consumers. ഇപ്പൊ കൺസ്യൂമർക്ക് വിവിധ സാധനങ്ങൾ കമ്പയർ ചെയ്യാം, ബണ്ടിലുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് വഴി കൺസ്യൂമർക്ക് എന്ത് നിഗമനങ്ങളിലെത്താം പറയാമോ? വിവിധ ബണ്ടിലുകൾ തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്യുക വഴി കൺസ്യൂമർക്ക് എന്ത് നിഗമനങ്ങളിലാണ് എത്താൻ കഴിയുക എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? എന്ന് പറയാമോ? കറക്റ്റാണ്. അതായത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ബണ്ടിൽ പ്രിഫർ ചെയ്യാം. ശരിയാണ്, ഏതെങ്കിലും ഒരു ബണ്ടിൽ പ്രിഫർ ചെയ്യാം ഓവർ ദി അതേഴ്സ്, അല്ലേ? സോ ബൈ കമ്പയറിംഗ് ദ ഡിഫറെന്റ് കൺസംഷൻ ബണ്ടിൽസ് ദ കൺസ്യൂമർ ക്യാൻ പ്രിഫർ വൺ ബണ്ടിൽ ഓവർ ദി അതർ. അതൊരു ചാൻസ് ആണ്. പിന്നെയോ മറ്റെന്തെങ്കിലും ചാൻസ് ഉണ്ടോ? യെസ്, ശരിയാണ്. എല്ലാ സാധനങ്ങളും കൺസ്യൂമർക്ക് ഒരുപോലെയാണ് എന്നും പറയാം. ദാറ്റ് മീൻസ് നമ്മൾ ഏത് പേരിലാണ് അതിനെ വിളിച്ചത്? ഇൻഡിഫറൻസ്. ഇൻഡിഫറൻസ്. ദ കൺസ്യൂമർ ക്യാൻ ബി ഇൻഡിഫറൻറ്റ് എമംഗ് ദാറ്റ് ബണ്ടിൽസ്. സോ കം ടു ദ സെക്കൻഡ് assumption. The consumer will compare the different bundles so that the consumer can prefer one bundle over the other, or he may be indifferent among these bundles. അല്ലേ? കൺസ്യൂമേഴ്സ് ഈ ഡിഫറെന്റ് ബണ്ടിൽസ് താരതമ്യം ചെയ്യുക വഴി ഒന്നുകിൽ ഒന്നിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് കൺസ്യൂമർക്ക് പറയാം, അല്ലെങ്കിലോ ഇതെല്ലാം എനിക്ക് ഒരുപോലെയാണ് എന്ന് വേണമെങ്കിലും പറയാം. ഇതാണ് രണ്ടാമത്തെ അസംപ്ഷൻ. മൂന്നാമത്തെ സങ്കല്പം എന്ന് പറയുന്നത് ദ കൺസ്യൂമർ ക്യാൻ റാങ്ക് ദ പ്രിഫറൻസ് എന്നുള്ളതാണ്. ദ കൺസ്യൂമർ ക്യാൻ റാങ്ക് ദ പ്രിഫറൻസ്. കുറേ ബണ്ടിൽസ് അവൈലബിൾ ആണ് എന്ന് സങ്കല്പിക്കുക. ഒരു 5 ബണ്ടിൽ ഉണ്ട്. ഇപ്പൊ കൺസ്യൂമർക്ക് പറയാം, ദാ ഈ ബണ്ടിൽ എൻ്റെ ഒന്നാമത്തെ പ്രിഫറൻസ്, ഈ ബണ്ടിൽ എൻ്റെ രണ്ടാമത്തെ പ്രിഫറൻസ്, ഇത് മൂന്നാമത്തെ പ്രിഫറൻസ് എന്ന് പറയാം. സോ ദിസ് ഈസ് കോൾഡ് ദ റാങ്കിങ് ഓഫ് ദ പ്രിഫറൻസ്, ദ റാങ്കിങ് ഓഫ് കൺസംഷൻ ബണ്ടിൽസ്. ദ കൺസ്യൂമർ ക്യാൻ റാങ്ക് the different consumption bundles. That is the third assumption of optimal choice of the consumer. And fourthly, we assume that the consumer is rational. Consumer എന്ന് പറയുന്നത് റാഷണൽ ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. എന്താണ് റാഷണൽ എന്നറിയാമോ? A rational consumer means he know what is most apt, what is not apt to him. That means what is good and what is not good to him, that he know. That type of consumers is called a rational consumer. Rational behavior ആണ്. എന്താണ് നല്ലത്, എന്താണ് മോശം എന്ന് കൺസ്യൂമർ അറിയാം. അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റാഷണൽ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്ന ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട അസംപ്ഷൻസ് ആണ് നമ്മൾ നടത്തുന്നത്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? 1, എന്തായിരുന്നു? The preference of the consumer depends upon his taste and preference. കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസ്, തിരഞ്ഞെടുക്കൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ചിരിക്കും. 2, the consumer can compare the different bundles. കൺസ്യൂമർക്ക് വിവിധ ബണ്ടിലുകൾ, കൺസംഷൻ ബണ്ടിലുകൾ താരതമ്യം ചെയ്യാം. അങ്ങനെ ചെയ്യുക വഴി ഏത് കൺക്ലൂഷനിലാണ് കൺസ്യൂമർ എത്തുന്നത്? he can either prefer one bundle over the other. അല്ലേ? ഒരു ബണ്ടില് പ്രിഫർ ചെയ്യാം മറ്റൊന്നിനേക്കാൾ, അല്ലെങ്കിലോ he can be indifferent among all these bundles. അർത്ഥം എന്താണ്? എല്ലാ ബണ്ടിലുകളും എനിക്ക് ഒരുപോലെയാണ് എന്ന് കൺസ്യൂമർക്ക് പറയാം. ഈ 2 ഓപ്ഷൻസ് ആണ്, അഥവാ ഡിസിഷൻസിലേക്കാണ് കൺസ്യൂമർ എത്തുന്നത് ആഫ്റ്റർ കമ്പയറിംഗ് ദ ഡിഫറെന്റ് കൺസംഷൻ ബണ്ടിൽസ്. 3, the consumer can rank the preference. അല്ലേ?
കുറേ സാധനങ്ങൾ കൺസ്യൂമർക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ കൺസംഷൻ ബണ്ടിലിന് 1, then 2, then 3 എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് ദ റാങ്കിങ് ഓഫ് ദ പ്രിഫറൻസ്. അതിലേക്ക് വരാം. ആൻഡ് ഫോർത്ത് ആൻഡ് ലാസ്റ്റ് അസംഷൻ എന്താണ്? വി അസ്യൂം ദാറ്റ് ദ കൺസ്യൂമർ ഈസ് റാഷണൽ. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ദ കൺസ്യൂമർ നോ വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് വിത്ത് റെസ്പെക്ട് ടു ഹിം എന്നുള്ളതാണ്. ഇപ്പൊ കൺസ്യൂമർക്ക് എന്താണ് നല്ലത്, എന്താണ് മോശം എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് എന്താണ് എന്നുള്ളത് അറിയാം എന്നുള്ളതാണ്. അപ്പൊ ഈ സങ്കല്പത്തിന്റെ ബേസിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു റാഷണൽ കൺസ്യൂമറിനെ സംബന്ധിച്ച് ഏത് ഇൻഡിഫറൻസ് കർവിൽ എത്താൻ വേണ്ടിയായിരിക്കും അദ്ദേഹം താല്പര്യപ്പെടുന്നത്? പറയാമോ? അതിനു മുമ്പ് മറ്റൊരു ചോദ്യം, ഒരു റാഷണൽ കൺസ്യൂമറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? പറയാമോ? ഒരു കൺസ്യൂമറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? യെസ്, ദാറ്റ് ഇസ് ദ മാക്സിമൈസേഷൻ ഓഫ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി. കൺസ്യൂമറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഏത്? ദ മാക്സിമൈസേഷൻ ഓഫ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ. അയാളുടെ സംതൃപ്തി പരമാവധിയിൽ എത്തുക എന്നുള്ളതാണ് കൺസ്യൂമറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കൺസ്യൂമേഴ്സ് ആണ് റാഷണൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ലത് എന്താണ്, മോശം എന്താണെന്ന് കൺസ്യൂമർക്ക് അറിയാം എന്ന് പറഞ്ഞത്. സോ എവരി റാഷണൽ കൺസ്യൂമർ will aims at the maximization of his satisfaction. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചോദിച്ച അതേ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കുറേ ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നു, അല്ലെ? കുറേ ഇൻഡിഫറൻസ് കർവുകൾ കൺസ്യൂമർക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ഇൻഡിഫറൻസ് കർവിലാകും കൺസ്യൂമർ എത്താൻ താല്പര്യപ്പെടുക? പറയാമോ? ശരിയാണ്, ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവിൽ. അതെന്തുകൊണ്ടാണ്? ആ ഇൻഡിഫറൻസ് കർവിലാണ് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി അഥവാ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഇൻഡിഫറൻസ് കർവിലെ പ്രോപ്പർട്ടീസ് പഠിച്ചതാണ്. ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ആൻഡ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. സോ അതുകൊണ്ട് തന്നെ എ റാഷണൽ കൺസ്യൂമർ പ്രിഫർ ടു മൂവ് ടുവേഴ്സ് ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ്, അല്ലെ? പക്ഷെ ഇങ്ങനെ ഏറ്റവും വലിയ ഇൻഡിഫറൻസ് കർവില് കൺസ്യൂമറിന് എത്താൻ എന്തെങ്കിലും തടസ്സങ്ങൾ, കൺസ്ട്രെയിൻസ് ഉണ്ടോ? തടസ്സങ്ങളുണ്ടോ? പറയാമോ? എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? യെസ്, ശരിയാണ്, ധാരാളം തടസ്സങ്ങളുണ്ട്. നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ പഠിച്ചതല്ലേ? പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാ? ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. പിന്നെയോ ദ പ്രൈസ് ഓഫ് ഗുഡ്സ്, അല്ലേ? ഇപ്പൊ പ്രൈസും ഇൻകവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഒരു റാഷണൽ കൺസ്യൂമറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ആ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഏറ്റവും ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവിൽ എത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ചില തടസ്സങ്ങളുണ്ട്. എന്തൊക്കെയാണ് തടസ്സം? അയാളുടെ ഇൻകവും സാധനങ്ങളുടെ വിലയും. ക്ലിയർ ആണ്? അപ്പൊ ഈ സാധനങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ടൂൾ പഠിച്ചിരുന്നു. കൺസ്യൂമറുടെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടും സാധനങ്ങളുടെ വിലയുമായിട്ട് ബന്ധപ്പെട്ടും. എന്തായിരുന്നു അത്? ബഡ്ജറ്റ് ലൈൻ. അപ്പോ ഒരു റാഷണൽ കൺസ്യൂമർ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈനിലെ ഏത് പോയിന്റിൽ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഏത് പോയിന്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് ബഡ്ജറ്റ് ലൈൻ വരച്ച് നമുക്ക് നോക്കാം, അല്ലേ? X axis or Y axis. Here we measure good 1. Here we measure good 2. അല്ലേ? good 1 good 2. അപ്പൊ സപ്പോസ് ഇതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് സങ്കല്പിക്കുക, അല്ലേ? ഈ ബഡ്ജറ്റ് ലൈനിൽ എവിടെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത് കൺസ്യൂമർ? അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. ബഡ്ജറ്റ് ലൈനിലെ പോയിന്റുകളും ബഡ്ജറ്റ് ലൈന് താഴെയുള്ള പോയിന്റുകളും ബഡ്ജറ്റ് ലൈന് മുകളിലുള്ള പോയിന്റുകളും നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ പറയുന്നു. ബഡ്ജറ്റ് ലൈന് താഴെയുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. സപ്പോസ് എ. ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? കൺസ്യൂമർക്ക് ഇത്രയും
ഗുഡ് 1-ഉം ഇത്രയും ഗുഡ് 2-ഉം വാങ്ങാം എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇനി നമ്മൾ ബഡ്ജറ്റ് ലൈനിലുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുക. സപ്പോസ് ബി. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് കാണിക്കുന്നത്? ശ്രദ്ധിക്കുക. ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1. ശരിയല്ലേ? എ എന്ന് പറഞ്ഞ പോയിന്റിൽ വാങ്ങാൻ കഴിയുന്ന അതേ ക്വാണ്ടിറ്റി മാത്രമേ ഗുഡ് 1-ന്റെ കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയൂ. എവിടെ? പോയിന്റ് ബി. ബട്ട് ഹി ക്യാൻ പർച്ചേസ് മോർ ഓഫ് ഗുഡ് 2. പക്ഷെ ബിയിൽ എന്ത് പറ്റും? ഗുഡ് 2 കൂടുതൽ വാങ്ങാം, ഗുഡ് 1 പഴയതുപോലെ തന്നെ. ഇങ്ങനെ ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ ഏതൊരു പോയിന്റ് നമ്മൾ എടുത്താലും which consists of more of one good and not less of the other compared to any point below the budget line. അതായത് ബഡ്ജറ്റ് ലൈനിലെ ഏതൊരു പോയിന്റും സൂചിപ്പിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അളവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ മറ്റേ സാധനമോ കുറയുന്നുമില്ല. ശ്രദ്ധിക്കൂ, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് നമ്മൾ കണ്ടത്? ഗുഡ് 2 നേരത്തെ ഇത്രയുമായിരുന്നത് ഇത്രയും കൂടുതൽ ഗുഡ് 2 വാങ്ങാൻ കഴിയും. പക്ഷെ ഗുഡ് 1-നോ മാറ്റമില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. All points on the budget line shows that the consumer can purchase more of one good and not less of the other. അല്ലെ? ഒരു സാധനം കുറയത്തുമില്ല, പക്ഷെ മറ്റേ സാധനം കൂടുതലും വാങ്ങാം എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രിഫറൻസിനെ എന്താ വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. എന്താണ്? മോണോടോണിക് പ്രിഫറൻസ് എന്നാണ്. കൺസ്യൂമറുടെ ഇത്തരം പ്രിഫറൻസ് നമ്മൾ വിളിക്കുന്നത് മോണോടോണിക് പ്രിഫറൻസ്. സോ വാട്ട് ഈസ് മോണോടോണിക് പ്രിഫറൻസ്? The consumer will always prefer that bundle which consists of more of one good and not less of the other. ഒരു സാധനം കൂടുതൽ ഉണ്ടാവുകയും എന്നാൽ മറ്റേ സാധനം കുറയാതിരിക്കുകയും ചെയ്യുന്ന ബണ്ടിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോടോണിക്കലി പ്രിഫേർഡ് ബണ്ടിൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് ടെക്സ്റ്റിലുള്ള സെന്റൻസുകളാണ്. നമ്മുടേതായ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ that bundle which consists of more of both goods, അങ്ങനെ വേണമെങ്കിൽ പറയാം. രണ്ട് സാധനങ്ങളും ഏറ്റവും കൂടുതലുള്ളത് എന്ന് വെച്ചാൽ ഒരു സാധനം മാക്സിമവും മറ്റേ സാധനം കുറയുന്നുമില്ല എന്നുള്ളതിന്റെ മറ്റൊരു വേർഡിങ്സ് ആണ്. രണ്ട് സാധനങ്ങളും കൂടുതലുള്ള ബണ്ടിലെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോടോണിക്കലി പ്രിഫേർഡ് ബണ്ടിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ചുരുക്കത്തിൽ മോണോടോണിക് പ്രിഫറൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന പോയിന്റുകളാണ് ഈ ബഡ്ജറ്റ് ലൈനിലെ മുഴുവൻ പോയിന്റുകൾ. ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് ഒന്നുകൂടെ എത്താം. ഒരു റാഷണൽ കൺസ്യൂമറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. മാക്സിമം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവിൽ എത്താൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന് ചില കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ കൺസ്ട്രെയിൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? ബഡ്ജറ്റ് ലൈൻ. അദ്ദേഹത്തിന്റെ ഇൻകം റെപ്രസെന്റ് ചെയ്യുന്ന, സാധനങ്ങളുടെ വില റെപ്രസെന്റ് ചെയ്യുന്ന ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പം ഈ ബഡ്ജറ്റ് ലൈനിലെ ഏത് പോയിന്റ് ആയിരിക്കും കൺസ്യൂമർ, ഒരു റാഷണൽ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത്? ബഡ്ജറ്റ് ലൈനിലെ പോയിന്റ് ആയിരിക്കും. ഏതിനേക്കാൾ? ബഡ്ജറ്റ് ലൈന് താഴെയുള്ള പോയിന്റിനേക്കാൾ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് all points on the budget line consist of more of one good and not less of the other compared to all points below the budget line. അല്ലേ? ഈ ബഡ്ജറ്റ് ലൈനിന് താഴെയുള്ള ഏതൊരു പോയിന്റിനേക്കാൾ ഒരു സാധനം കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും. എവിടുത്തെ പോയിന്റ്സിന്? ബഡ്ജറ്റ് ലൈനുകളിലെ പോയിന്റ്സിന്. അതുകൊണ്ട് റാഷണൽ കൺസ്യൂമർ എന്തേ ചെയ്യൂ? He will always opt or choose a point on the budget line. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദി ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ബഡ്ജറ്റ് ലൈനിലായിരിക്കും എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റ് ലൈനിന് മുകളിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൺസ്യൂമർക്ക് ഏറ്റവും ഇഷ്ടമാണ്. ബട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു അറ്റൈൻ ദാറ്റ് പോയിന്റ്
Why? Because the constraint of his income. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് now we are going to examine what will be or what consumption bundles the consumer will prefer. That is the what is the optimal choice of the consumer. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൺസ്യൂമറുടെ ഓപ്റ്റിമൽ ചോയ്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഇതിനു വേണ്ടി നമ്മൾ ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകളെ കൊണ്ടുവരുന്നു. What is the collective name that we have given to represents a set of indifference curve? Yes, indifference map. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് കൊണ്ടുവരുന്നു. ഒപ്പം നമ്മൾ ബഡ്ജറ്റ് ലൈനൂടെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ കൺസ്യൂമറുടെ ഓപ്റ്റിമൽ ചോയ്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ we have to bring a set of indifference curve and one budget line in a single diagram. See, in the OS axis we take good 1, in the OY axis we take good 2. Here are the three budget lines: IC1, IC2, IC3, and we have to draw a budget line. AB is the budget line. അപ്പോൾ ഒരു ഡയഗ്രാമിലേക്ക് നമ്മൾ ഇൻഡിഫറൻസ് കർവുകളും ബഡ്ജറ്റ് ലൈനും നമ്മൾ കൊണ്ടുവന്നു. ഇവിടെ AB is the budget line, IC1, IC2 and IC3 are the different indifference curve. Of these indifference curve, IC1 represents the lowest indifference curve from which the consumer get the lowest satisfaction. അതറിയാമല്ലോ. IC2 അതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, IC3 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ. IC3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവാണ് ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതെങ്കിലും ഈ കൺസ്യൂമർക്ക് അവിടെ എത്താൻ കഴിയില്ല. ബിക്കോസ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇത്രയുള്ളൂ. അപ്പം ഈ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായി. Where is the optimal choice of the consumer lies? The optimal choice of the consumer lies on the point in which the budget line touches the highest possible indifference curve. ഇപ്പോൾ ഏറ്റവും ഉയർന്ന തൻ്റെ ഇൻകം ഉപയോഗിച്ച് കൺസ്യൂമർക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ഇൻഡിഫറൻസ് കർവിൽ ബഡ്ജറ്റ് ലൈൻ ടച്ച് ചെയ്യുന്ന ആ പോയിന്റിലായിരിക്കും കൺസ്യൂമറുടെ ഓപ്റ്റിമൽ ചോയ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗ്രാമിൽ എവിടെയായിരിക്കും? ഇൻ ദിസ് പോയിന്റ്. ലെറ്റ് us mark this point as E. E എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ. എന്തുകൊണ്ട്? ബിക്കോസ് ദ ഇൻഡിഫറൻസ് കർവ് ആൻഡ് ദ ബഡ്ജറ്റ് ലൈൻ ആർ touching each other or tangent in this point. Here, what quantities of good one the customer buys, assume that it is X1 or X1 quantity of good one the consumer buys. അല്ലേ? ഗുഡ് വണ്ണിന്റെ OX1 ക്വാണ്ടിറ്റി ആണ് കൺസ്യൂമർ വാങ്ങുന്നത്. ഗുഡ് 2 നമുക്ക് കാണിക്കാം. അതേപോലെ ഗുഡ് 2ന്റെ OX2 ക്വാണ്ടിറ്റി ആണ് കൺസ്യൂമർ വാങ്ങുന്നത്. ഗുഡ് വണ്ണിന്റെ OX1 ക്വാണ്ടിറ്റിയും ഗുഡ് 2ന്റെ OX2 ക്വാണ്ടിറ്റിയും പർച്ചേസ് ചെയ്തുകൊണ്ട് ആ ബണ്ടിൽ അത്രയും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ദ കൺസ്യൂമർ അറ്റൈൻസ് ദ ഓപ്റ്റിമൽ ചോയ്സ് ഓർ ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനോട് ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഓപ്റ്റിമൽ ചോയ്സ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടി ടച്ച് ചെയ്യുന്ന മറ്റ് രണ്ട് പോയിന്റുകൾ കൂടി കാണാം. എവിടെയൊക്കെയാണ്? ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ.
അല്ലേ? സപ്പോസ് ഇതിനെ നമ്മൾ എം എന്ന് വിളിക്കുന്നു, ഇതിനെ നമ്മൾ പി എന്ന് വിളിക്കുന്നു. സപ്പോസ് ദീസ് ടു പോയിന്റ്സ് ആർ നോട്ട് ദ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. ഇത് രണ്ടും കൺസ്യൂമറുടെ ഓപ്റ്റിമൽ ചോയ്സ് അല്ല. എന്താണ് കാരണം? എന്തായിരിക്കാം കാരണം? യെസ്, these 2 points, that is M and P, lies on a lower indifference curve which give the customer or consumer less satisfaction compared to a point on the IC2. അല്ലേ? അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിലും M എന്ന് പറയുന്ന പോയിന്റിലും കൺസ്യൂമറുടെ ഓപ്റ്റിമൽ ചോയ്സ് അല്ല. കാരണം എന്താണ്? അത് രണ്ടും ലോവർ ഇൻഡിഫറൻസ് കർവിലാണ് കിടക്കുന്നത്. അത് ലോവർ സാറ്റിസ്ഫാക്ഷനെ കൺസ്യൂമർക്ക് നൽകൂ. Our consumer is rational, so he will purchase at which point? At the point E. ഇവിടെ ഈ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്നുള്ള ഈ പോയിന്റിൽ 2 കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യുന്നത്. There are 2 conditions fulfilled at the optimal choice of the consumer. എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ദ ഫസ്റ്റ് കണ്ടീഷൻ ഓഫ് ദ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ ഈസ് ദ ബഡ്ജറ്റ് ലൈൻ ഷുഡ് ടച്ച് ദ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ്. ക്ലിയർ അല്ലേ? ബഡ്ജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവുമായിട്ട് ടച്ച് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. Then the second condition is at this point E, the slopes of the indifference curve and budget line are same. E എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പും സെയിം ആയിരിക്കും. ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? യെസ്, minus P1 by P2, which is the slope of the budget line. Indifference curve slope നമ്മൾ വിളിച്ച പേരോ? യെസ്, delta x2 by delta x1, which is called MRS. So the slope of the indifference curve is marginal rate of substitution, and the slope of the budget line is minus P1 by P2. അപ്പോൾ minus P1 by P2 is equal to MRS. That is the slope of the budget line and the indifference curve would be equal. At which point? At the optimal choice of the consumer. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്നതുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത്. ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് എന്നറിയാമല്ലോ. വെറും സിമ്പിൾ, നമ്മൾ നേരത്തെ പഠിച്ച 2 ടൂളുകൾ നമ്മൾ കൊണ്ടുവന്നു, ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവ്. എന്നിട്ട് ഏതായിരിക്കും ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നത്? ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അത് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇവിടെ നമുക്ക് 2 കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ആകുന്നത്. എന്തെല്ലാം കണ്ടീഷൻസ് ആണ്? ദ കണ്ടീഷൻ നമ്പർ 1, ദ ഇൻഡിഫറൻസ് കർവ് ആൻഡ് ദ ബഡ്ജറ്റ് ലൈൻ ഷുഡ് ടച്ച് ഈച്ച് അതർ. And the condition 2, the slope of the indifference curve is equal to the slope of the budget line. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളായ ഒരു ടോപ്പിക്കാണ്. ആർക്ക്? ഇൻഡിഫറൻസ് കർവ് എന്താണ്, ബഡ്ജറ്റ് ലൈൻ എന്താണ് എന്ന് മനസ്സിലാക്കിയ കുട്ടികളെ സംബന്ധിച്ച്. പല പൊതുപരീക്ഷകൾക്കും കൃത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ് ഈ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ. അപ്പോൾ വളരെ സിമ്പിളാണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരുപക്ഷെ എസ്സേ രൂപത്തിൽ ഈ ചോദ്യം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അല്ലാതെ തുടക്കത്തിൽ തന്നെ ഇൻഡിഫറൻസ് കർവ് എന്താണ്,
അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം, അതിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതാം. അതേപോലെ തന്നെ ബഡ്ജറ്റ് ലൈനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് എഴുതാം. എന്നിട്ട് നമ്മൾ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എസ്സേ രൂപത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന സിമ്പിൾ ടോപ്പിക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം അടുത്ത ടോപ്പിക്കുമായി. ഓക്കെ, താങ്ക് യു.